ആധ്യാത്മിക പുരുഷന്മാരാണെങ്കിൽ അവരുടെ അടുത്ത ഭക്തന്മാർക്കും, ഭരണാധികാരികളാണെങ്കിൽ അവരുടെ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കും, പാർട്ടി പ്രസ്ഥാനങ്ങളുടെ നേതാക്കളാണെങ്കിൽ അവരുടെ അനുയായി വൃന്ദങ്ങൾക്കും, രഹസ്യമായി പറയാൻ ഇന്ത്യയിലുള്ള കഥ മുഴുവൻ ഇവരുടെ കയറൂരിവിട്ട കാമത്തിൻ്റെ കഥകൾ മാത്രമാണ്. ഒറ്റയ്ക്കും പെട്ടയ്ക്കും ഇരിക്കുമ്പോഴും തങ്ങളുടെ ഭാര്യമാരോടും മക്കളോടും ബന്ധുജനങ്ങളോടും പറയുമ്പോഴുമുള്ളത്. ഒന്ന്, യാതൊരു വിധത്തിലുള്ള ശിക്ഷയും കിട്ടാതിരിക്കാനുള്ള യത്നങ്ങളും, തുടർന്ന് നിലവിലുള്ള ഈ 3 ഏഷണാത്രയങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള സൂത്രപ്പണികളുമല്ലാതെ അത് വരുമ്പോഴുള്ള പണികളല്ലാതെ ഇത് രഹസ്യമായി വെക്കരുതെന്ന് പോലും അവർക്ക് നിർബന്ധമുണ്ട്. നമസ്കാരം സ്വാമിജി. മക്കളെന്ന് പറയുന്നത് നമ്മൾ തന്നെയുള്ള ഒരു അനുഭവമാണെന്നും അതിനുവേണ്ടിയാണോ ഈ ജന്മം മുഴുവൻ നാം ഈ നിയമവ്യവസ്ഥക്കകത്ത് മസിൽ പിടിച്ച് നിന്നത് എന്നുള്ളൊരു വല്ലാത്തൊരു മേഖലയെക്കുറിച്ചാണ് സ്വാമിജി സംസാരിച്ചത്. നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമിജി? തീർച്ചയായും. ഇത് നമ്മുടെ സദാചാരബോധത്തിൻ്റെയും നിയമത്തിൻ്റെയും അന്യരെ ബോധ്യപ്പെടുത്താനുള്ളതിൻ്റെയും ഏറ്റവും ഉപരി മേഖലയാണ് നമ്മൾ പറഞ്ഞത്. അതെ സ്വാമിജി. നമ്പർ 1. 2, യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ കയറൂരിവിട്ട കാമത്തിൻ്റെ മറ്റൊരു മേഖലയുണ്ട്. മൃഗങ്ങൾ പോലും അതിന് വൈകാരികത വരുമ്പോൾ മാത്രം ചെയ്യുന്നത് വിട്ട് പഠിപ്പുകൊണ്ട്, വിദ്യാഭ്യാസം കൂടുതലായി വന്നിട്ടുള്ളവരെ മുഴുവൻ എടുത്തുകൊള്ളുക. വിദ്യാഭ്യാസം എന്നതിന് ആധുനിക വിദ്യാഭ്യാസമെന്ന് കൂടെ ചേർക്കുകയും കൂടെ വേണം. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യവും ലക്ഷ്യവും നമ്മൾ നേരത്തെ പറഞ്ഞ ത്രിവിധങ്ങളായ ഏഷണങ്ങളാണ്. അറിവുകൊണ്ട് എൻ്റെ കോശങ്ങൾ ശാന്തമാകണം, എന്നെ നിയന്ത്രിക്കുന്ന എൻ്റെ മനസ്സിൻ്റെ വൈകാരികതകളെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയണം, എന്നിൽ രൂപാന്തരപ്പെട്ടു വരുന്ന അനന്തകോടി കാമങ്ങൾ അവ എനിക്ക് കാണത്തക്ക വിധത്തിൽ, എനിക്ക് നിയന്ത്രിക്കത്തക്ക വിധത്തിൽ നിയന്ത്രിതമായി കാമത്തെ എൻ്റെ നിയന്ത്രണത്തിൽപ്പെടുത്തി എനിക്ക് ഉപയോഗിക്കാൻ കഴിയണം. ഒരു കാമവും എന്നെയും വലിച്ചുകൊണ്ട് ഒരു ലോകത്തേക്കും പോകരുത്. ഞാൻ പോകുന്ന വഴിയെ എൻ്റെ കാമങ്ങൾ സഞ്ചരിക്കണം. ഇത് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമല്ല. എത്ര നിനക്ക് കാമങ്ങളുണ്ടോ അവ സാധിച്ചെടുക്കുന്നതിനുള്ള പ്രശസ്തി, അവ സാധിച്ചെടുക്കുന്നതിനുള്ള പണം, അവ സാധിതപ്രായമാക്കുന്നതിനുള്ള ശാരീരികവും മാനസികവുമായ കഴിവുകൾ, ഇവയെല്ലാമാണ് ആധുനിക വിദ്യാഭ്യാസം ആധുനിക മനുഷ്യന് കൊടുക്കുന്ന പ്രതീക്ഷകളിൽ, കാമങ്ങളിൽ മുഖ്യം. ഒരാളെ സഹായിക്കാൻ വേണ്ടിയല്ല വിദ്യാഭ്യാസം, ആളുകളെ സംയോജിപ്പിക്കുവാൻ വേണ്ടിയല്ല വിദ്യാഭ്യാസം. സംയോജനത്തിൻ്റെ രംഗവേദിയിൽ ആളുകൾക്ക് അറിവ് നൽകുവാനല്ല വിദ്യാഭ്യാസം. തനിക്കിന്നും ദൃഷ്ടങ്ങളല്ലാത്തവയെ അദൃഷ്ടങ്ങളായവയെ അറിയുന്നതിന് വേണ്ടിയല്ല വിദ്യാഭ്യാസം. അഭിപ്രായ വിയോജിപ്പുകൾക്കാണ് വിദ്യാഭ്യാസം. കാമനകളുടെ
കയറൂരിവിട്ട രംഗങ്ങളിലുള്ള അനുഭവങ്ങൾക്കാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസമുള്ളയാളാണ്, ഉന്നത ഡിഗ്രികളുള്ളയാളാണ്, അയാൾക്ക് അയാൾ ചെയ്യുന്ന തെറ്റുകളുടെ വേളകളിൽ കിട്ടുന്ന പരിഗണനകൾ ജനാധിപത്യത്തിലെ എല്ലാവരും തുല്യരാണെന്ന ജനകീയ ജനാധിപത്യ മൂല്യത്തിന് മുമ്പിൽ കാറ്റിൽ പറന്നു പോകും. ഒരു IAS ഓഫീസറും ICS ഓഫീസറും അതുപോലുള്ള ഓഫീസർമാരും ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിദ്യാഭ്യാസമില്ലാത്തവൻ MLAയോ MPയോ മന്ത്രിയായവനും ഇരിക്കുമ്പോൾ എല്ലാ തരത്തിലുമുള്ള പരിഗണനകൾ വിദ്യാഭ്യാസമുള്ളവനെ ചുറ്റിപ്പറ്റിയാ വരിക. സ്ഥാനം ഉയർന്നാൽ പോലും അതിൽ തന്നെ വിദ്യാഭ്യാസമുള്ള ഒരുവൻ മന്ത്രിയാകുന്നതും MLA ആകുന്നതും വിദ്യാഭ്യാസം കുറഞ്ഞവനാകുന്നതും തമ്മിൽ പറഞ്ഞാൽ വിദ്യാഭ്യാസം കൂടിയവൻ പറയുന്ന കള്ളം സത്യമായും വിദ്യാഭ്യാസം ഇല്ലാത്തവൻ പറയുന്ന സത്യം കള്ളമായും വരും. ശരിയാണോ? ശരിയാണ് സ്വാമിജി. അത് ഈ അറിഞ്ഞവൻ ഇത്രമാത്രം കാമനകളെ സമർത്ഥമായി ഉപയോഗിക്കുന്നു പറയുന്ന ഒരു സൂത്രമുണ്ടല്ലോ സ്വാമിജി, ആ സൂത്രമായിരിക്കുമോ ഈ പറഞ്ഞവനും പറയാത്തവനും തമ്മിൽ തെറ്റുകളും ശരികൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊന്നലിന് കാരണം? അല്ല, ഈ ലോകത്ത് പ്രവർത്തിക്കുന്ന ഉന്നതരുടെ ഇടയിൽ രഹസ്യമായി അവരൊളിച്ചു വച്ചിരിക്കുന്ന കാമം, അവർക്ക് ചെയ്യാൻ കിട്ടാത്തത് ഈ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് സമർത്ഥമായി ചെയ്യുന്നവനോടുള്ള പ്രതിബദ്ധതയും ബഹുമാനവും, അത് അവർ ചെയ്യുന്നത് കണ്ട് ഞാൻ ചെയ്തതുപോലെയാണെന്നുള്ളൊരു അനുഭവവുമാണ് ഇവിടുത്തെ നിയമനിർമ്മാണങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തുന്നത്. ഒരു മാനേജ്മെൻറ്റ് ഇല്ലാത്ത ഇതിൻ്റെ ഒരു പ്രശ്നമാണല്ലേ സ്വാമിജി? അത് ക്ലിയറായോ എന്ന്? അതായത് ഒരു വ്യക്തി സമൂഹത്തിൽ അയാൾക്ക് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ, അയാൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞാൽ, അയാൾ ഉന്നതനാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ, അത്തരമൊരവസ്ഥയിൽ നിന്ന് അയാൾ കാട്ടിക്കൂട്ടുന്ന കയറൂരിവിട്ട കാമങ്ങളെ ഗോപ്യമായി, പലതും പരസ്യമായി, ഗോപ്യമെന്ന പദം പോലും അനാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഉന്നതന്മാരാരും ചെയ്തിട്ടുള്ള കാമങ്ങളൊന്നും ഗോപ്യമല്ല. സാക്ഷികളുണ്ട്, കൂട്ടിക്കൊടുപ്പുകാരുണ്ട്. മുമ്പ് പറഞ്ഞ വണ്ടും തേനീച്ചയും പോലെ ഇണങ്ങി നിന്നാണ് അതിൽ പങ്കെടുത്തവരൊക്കെ പങ്കെടുക്കുന്നത്. പരസ്യമായ സ്ഥലങ്ങൾ, ഗസ്റ്റ് ഹൗസുകൾ, പൊതു സ്ഥലങ്ങളായ സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, ട്രാൻസ്പോർട്ട് ബസ്സുകൾ, ട്രെയിനുകൾ, വിമാനങ്ങൾ, അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ തുടങ്ങിയ ആരാധനാലയങ്ങളെല്ലാം, ശരിയല്ല, പള്ളി, മോസ്ക്, അമ്പലം തുടങ്ങിയ ആരാധനാലയങ്ങളെല്ലാം ഇതൊക്കെ പൊതുസ്ഥലങ്ങൾ തന്നെയാണ്. ഇവയൊക്കെയാണ് അന്യഥാകാമത്തിന് ഉന്നതന്മാർ വിനിയോഗിച്ചിട്ടുള്ള കേന്ദ്രങ്ങൾ. നിയമങ്ങൾ, ഭരണം, ഇവയ്ക്കൊക്കെ അപ്പുറം ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആധ്യാത്മിക പുരുഷന്മാരാണെങ്കിൽ അവരുടെ അടുത്ത ഭക്തന്മാർക്കും
ഭരണാധികാരികളാണെങ്കിൽ അവരുടെ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കും, പാർട്ടി പ്രസ്ഥാനങ്ങളുടെ നേതാക്കളാണെങ്കിൽ അവരുടെ അനുയായി വൃന്ദങ്ങൾക്കും രഹസ്യമായി പറയാൻ ഇന്ത്യയിലുള്ള കഥ മുഴുവൻ ഇവരുടെ കയറൂരിവിട്ട കാമത്തിൻ്റെ കഥകൾ മാത്രമാണ്. ഒറ്റയ്ക്കും പെട്ടയ്ക്കും ഇരിക്കുമ്പോഴും തങ്ങളുടെ ഭാര്യമാരോടും മക്കളോടും ബന്ധുജനങ്ങളോടും പറയുമ്പോഴുമുള്ളത്. അങ്ങയുടേതായ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ, പാർട്ടി ഏതുമായിക്കോട്ടെ, ഞാൻ എക്സ് ഓർ വൈ പറയുന്നില്ല. അതിനിടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞു സ്വാമിജി, ഈ രഹസ്യം എന്ന് പറയുന്നത് ഇത് പരസ്യമായ സംഭവത്തെ ഒതുക്കി വെക്കുന്നൊരു തന്ത്രത്തെയാണ് നമ്മൾ രഹസ്യം എന്ന് പറയുന്നത്. സത്യത്തിൽ അതുമില്ല. പറയൂ സ്വാമി. ശിക്ഷയിൽ നിന്നും ആനുകൂല്യങ്ങളിൽ നിന്നും മാത്രം, ഒന്ന് യാതൊരു വിധത്തിലുള്ള ശിക്ഷയും കിട്ടാതിരിക്കാനുള്ള യത്നങ്ങളും, തുടർന്ന് നിലവിലുള്ള ഈ 3 ഏഷണാത്രയങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള സൂത്രപ്പണികളുമല്ലാതെ അത് വരുമ്പോഴുള്ള പണികളല്ലാതെ ഇത് രഹസ്യമായി വെക്കരുതെന്ന് പോലും അവർക്ക് നിർബന്ധമുണ്ട്. ഏറ്റവും നിയമമുള്ള ഒരു രാജ്യത്ത് ഏത് കള്ളക്കടത്തുകാരനും അവൻ്റെ കച്ചവടം നടക്കുന്നത് അവൻ കള്ളക്കടത്തുകാരനാണെന്ന് ലോകം അറിഞ്ഞാൽ മാത്രമാണ്. അല്ലാതെ എങ്ങനെയാണ് അവൻ സാധനം വിൽക്കുന്നത്? പരസ്യമായ ജീവിതത്തിൻ്റെ മാർക്കറ്റിനിപ്പുറത്ത് അതീവ രഹസ്യമായ താന്തോന്നിത്തങ്ങളുടെ ലോകമെമ്പാടും നിറഞ്ഞു നിൽക്കുന്ന നെറ്റ്വർക്കുള്ള അതീവ വിപുലമായ എല്ലാവർക്കും അറിയാവുന്ന അന്യഥാകാമത്തിൻ്റെ ഒരു മാർക്കറ്റുണ്ട്. മനസ്സിലായി സ്വാമിജി. എനിക്ക് തോന്നുന്നത് നമ്മൾ പരസ്യമാണ് എന്ന് കരുതപ്പെടുന്നതിനേക്കാളും പരസ്യവുമാണ് അതിനേക്കാളും വലിയൊരു ലോകമായി, അതിനേക്കാളും ആഴത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഭവമായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങൊരു പാർട്ടിയുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളാണെങ്കിൽ അങ്ങയ്ക്ക് ചുമതലയുള്ളൊരു പൊതുസമ്മേളന സ്ഥലത്തേക്ക് ഒരു നേതാവ് കടന്നു വരുമ്പോൾ അങ്ങയ്ക്ക് ഭാര്യയും മക്കളും ഉള്ളിടത്ത്, അങ്ങയുടെ വീട്ടിൽ സൗകര്യങ്ങളുള്ളിടത്ത് അങ്ങ് നെട്ടോട്ടമോടുകയാണ്. ഇതുവരെയുള്ള പല വീട്ടിലും കൊണ്ടുപോയി അദ്ദേഹത്തെ താമസിപ്പിക്കുവാൻ ശ്രമിച്ച് അങ്ങ് നെട്ടോട്ടമോടുകയാണ് ഏറ്റവും സൗകര്യങ്ങളോട് കൂടിയ ഒരു സ്ഥലത്ത് അദ്ദേഹത്തെ താമസിപ്പിക്കുവാൻ, വീട്ടിലേക്ക് കൊണ്ടുവരണ്ട എന്ന് പറയാൻ. ഈ ഇതിവൃത്തം അങ്ങയ്ക്ക് നേരിട്ടറിയുന്നത് ഒരു 10 അങ്ങയുടെ നാട്ടിൽ കാണും. അത് രഹസ്യമെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റില്ല സ്വാമിജി. അനുഭവസ്ഥനെ കൂടാതെ വേറൊരാൾ കൂടി അറിയുന്നുണ്ടെങ്കിൽ അത് പരസ്യമാണല്ലോ സ്വാമിജി. വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് വരണ്ടെന്ന്. പുറത്തു വന്നിട്ട് ആശ്വാസത്തോടുകൂടി നീയെങ്കിലും ഞാൻ പറഞ്ഞതല്ലേ ശരി. ഒരാളെങ്കിലും അങ്ങയോട് സംസാരിച്ചിട്ടുണ്ടാവില്ലേ? വ്യക്തമായൊരു പാർട്ടി നേതാവല്ലാത്ത, വ്യക്തമായൊരു പ്രസ്ഥാനത്തിൻ്റെ ആളല്ലാത്ത ഒരു ആളെന്ന നിലയിലല്ലേ അങ്ങയോട് പോലും വന്ന് ഒന്നിലധികം പേർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് രഹസ്യം? ഇല്ല സ്വാമിജി, ഈ കാമയുടെ കാര്യത്തിൽ രഹസ്യമെന്നൊന്നില്ല, എൻ്റെ അറിവിലില്ല. ആധ്യാത്മിക നേതാവിൻ്റെതായാലും മറ്റേ രാഷ്ട്രീയ നേതാവിൻ്റെതായാലും ഭരണാധികാരിയുടേതായാലും ഇതിനകത്ത് രഹസ്യമില്ല. എന്ന് തന്നെയുമല്ല, ഇത് പരസ്യമാക്കിയാൽ മാത്രമല്ലേ ഇദ്ദേഹത്തിൻ്റെ കാമത്തെ കുറച്ചും കൂടി വ്യാപിപ്പിക്കാൻ കഴിയും. വ്യാപിപ്പിക്കുവാനും ഇതിന് വേണ്ടുന്നതായ ഉപഭോക്താക്കളെ ലഭിക്കാനും കഴിയും.
ആ വഴിയിലാണ് ആലോചിക്കേണ്ടത്. ഒരു കള്ളക്കടത്തുകാരന് അവൻ്റെ പ്രോഡക്റ്റ് വിൽക്കണമെങ്കിൽ അത് രഹസ്യമായി അവൻ എങ്ങനെ വിൽക്കും? അവനൊരു മാർക്കറ്റ് കണ്ടെത്തിയേ പറ്റും. ഒന്നതിന് കാശ് കിട്ടുമോ പ്രോപ്പറായി? എല്ലാ നിയമവും ഉള്ളിടത്താണ്. അല്ല, ഉദാഹരണമായിട്ടൊരു സെക്സ് വർക്കർ, അവരുടെ ഒരു ആ വർക്കിൻ്റെ ഒരു ഏരിയ വ്യാപിക്കുമ്പോഴാണല്ലോ അത് ഗോപ്യമായ ഒരു കാര്യം. നിയമനിർമ്മാണം കൊണ്ടത് അംഗീകരിക്കുക. എല്ലാ സാധനങ്ങളും അത് വേണ്ടവന് കിട്ടാനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായി അനുവദിക്കുകയും നിയമങ്ങൾ കൊണ്ട് തടയാതിരിക്കുകയും സ്വതന്ത്രമായി ചെന്ന് ഞാൻ വൃത്തികെട്ടവനാണ് എന്ന് ലോകത്തോട് പറഞ്ഞു എന്ന് മദ്യപിക്കാനൊരവസരം കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ജനം അവനെ തിരിച്ചറിയുകയും അവൻ അത്രത്തോളമേ അംഗീകാരം കൊടുക്കേണ്ടി വരികയും ചെയ്യുകയുള്ളൂ എന്ന് വരുമ്പോഴാണ് ഉത്തമമായ ജീവിതം ഉടലെടുക്കുന്നത്. കഞ്ചാവ് അന്വേഷിച്ച് ലോകം മുഴുവൻ നടന്ന് തൻ്റെ സ്വത്ത് മുഴുവൻ കളഞ്ഞൊരുത്തനെ പട്ടിണിയാക്കുന്നതിനേക്കാൾ എളുപ്പമാണ് അത് സ്വതന്ത്രമായി ഇന്ന വെട്ടിക്കട കിട്ടും, അതിന് നിയമനിർമ്മാണമുണ്ട്, ഇത്ര രൂപ കൂടുതലായി ടാക്സ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അത്രയും പേർ കുത്തുവാള എടുക്കുകയും അത്രയും പേരുടെ തലച്ചോറ് പോവുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഈ നിയമപരമായ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന ഒരു രഹസ്യ തന്ത്രമാണ് ഇതിൻ്റെ മാർക്കറ്റ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. ശരിയാണ് സ്വാമിജി. മദ്യം ക്യൂ നിന്നാണ് ഇന്ന് വാങ്ങുന്നത്. തീർച്ചയായും റേഷൻ കാർഡ് വേണമെന്ന് പറഞ്ഞാൽ റേഷൻ കാർഡ് കൊണ്ടുപോകാനും തയ്യാറാണ്. മാന്യന്മാർ പോയി ക്യൂ നിന്നാണ് വാങ്ങുന്നത്. തീർച്ചയായും സ്വാമിജി. അല്ല, പിന്നീട് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് വെച്ചാൽ ഈ ക്യൂവിൽ നിൽക്കുകയും വാങ്ങുകയും ആവശ്യക്കാരന് കൊടുക്കുകയും ചെയ്യുന്നത് കൃത്യമായി ഒരു തൊഴിലായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അപ്പം ഇതിനെല്ലാം പലതരം മാർക്കറ്റുണ്ട് ഈ അന്യഥാകാമങ്ങൾക്കെല്ലാം. തീർച്ചയായും സ്വാമിജി. അങ്ങനെ ഈ അന്യഥാകാമത്തെക്കുറിച്ച് പറഞ്ഞു വന്ന് നമ്മൾ ഒരുപാട് എത്തിയിട്ടും നമ്മളിവിടെ എത്തിയില്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന അത്രയും വിപുലമാണിത്. ഇത് മുഴുവൻ ഒരു നാടിൻ്റെ സാമൂഹിക ആരോഗ്യം, വൈയക്തിക ആരോഗ്യം, സാമാജിക ആരോഗ്യം, മാനസിക ആരോഗ്യം ഈ രംഗങ്ങളിൽ ചേർത്ത് വെച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രഥമവും പ്രധാനവും കാമമാണ്.